ഹായ് ഹലോ, ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ബ്രെഡ് പുഡിംഗ് കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കുക, കൈ എടുക്കാണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കിയിട്ട് ഇതേപോലെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ നല്ലോണം ഇളക്കുക. അതിന് ശേഷം പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വയ്ക്കുകയാണ്. ഇനിയാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മെയിൻ പാർട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട 2 കോഴിമുട്ട കേട്ടോ. 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട്, അതുമല്ല വളരെ ടേസ്റ്റ് വേണം. അതിന് ശേഷം നമ്മൾ കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 4 ബ്രെഡ് കഷ്ണാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു അരക്കപ്പ് പാല്, അത് മതി, ഒരു അരക്കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. നമ്മളിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വേണ്ടവർക്ക് 1 സ്പൂണും കൂടി ആഡ് ചെയ്യാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി ജാറിൽ നമ്മളൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഒഴിക്കുക. അതിന് ശേഷം നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ഒരു 20 മിനിറ്റ് അത് വേവിക്കുക. അതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് ഒരു 2 മണിക്കൂർ മതി കേട്ടോ, അതിലും കൂടുതൽ വെക്കേണ്ട. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആരെങ്കിലും വരുമ്പോൾ സ്വീറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്.